ഇത് കുറച്ച് റൈസും ക്യുനോവയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കണം, നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടി. സോ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂട്ടിയാലും ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സോ റൈസും ക്യുനോവയും 50-50% ആയിട്ട് കുക്ക് ചെയ്തതാണ്. പിന്നെ ലെമൺ, ഇതിൽ കുറച്ച് സ്പിനാച്ചും പിന്നെ ഒരു തായ് ലീഫ് പോലെ ബോക് ചോയ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചില്ലി, പിന്നെ കുറച്ച് ഹിങ്, പിന്നെ ഈ തടിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള മസ്റ്റാർഡ് സീഡും ജീരയും, കുറച്ച് ഉഴുന്ന് പരിപ്പും ഡ്രൈ ചില്ലിയും. ഓക്കെ, ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലൊരു സ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് എണ്ണ എടുത്താൽ മതി കേട്ടോ, ഒരു കടുക് പൊട്ടിക്കണം. അതിൽ ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ച് നല്ലെണ്ണയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ ട്രഡീഷണൽ ടേസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ വേണമെന്നുള്ളത് നല്ലെണ്ണയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. മാക്സിമം ഹെൽത്തി ആയിരിക്കും. നല്ല കോക്കനട്ട് ഓയിലോ നല്ല റിഫൈൻഡ് ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കുറച്ച് ഹെൽത്തി ആണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നോർമൽ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും നല്ല ഓയിൽ എന്നാണ് മീൻ ചെയ്യുന്നത്. ജിഞ്ചിലി ഓയിലാണെങ്കിൽ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടും. ഓക്കെ, ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഈ തടുക്ക് ചെയ്താൽ ജസ്റ്റ് അതൊന്ന് പൊട്ടുന്നതുണ്ടല്ലോ. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നു, മസ്റ്റർഡ് സീഡ്, ഉരുദ് ആൻഡ് ജീര, കുറച്ച് ഡ്രൈ ചില്ലി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പൊട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി പൊട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ ആ ഒരു ബിറ്റർനെസ് വരും. സോ എന്നിട്ട് നമുക്ക് കുറച്ച് ഹിങ് ആഡ് ചെയ്യാം. കഷ്ണ ഹിങ്, ഈ ആക്ച്വലി നോർമലി ഓയിലിലാണ് ഈ ഹൽദി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓയിലിൽ ഇടാറുണ്ട്. പക്ഷേ ആ ഒരു ഹൽദിയുടെ ബെനിഫിറ്റ്സ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് റൈസിൻ്റെ കൂടെ ഇടുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെയുള്ള ലെമണിൻ്റെത് ആഡ് ചെയ്യണം. ഇത് ചൂടായി കഴിയുന്ന സമയത്ത് ലെമൺ, ഇത് നമ്മൾ ശരിക്കും എല്ലാം നമ്മുടെ കയ്യിൽ എല്ലാം റെഡിയാക്കി വെച്ചാൽ ഒരു 5 മിനിറ്റും കൂടി എടുക്കില്ല. പെട്ടെന്ന് ഒരു വിശക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അടുപ്പ് ലോ ഫ്ലെയിമിൽ വെക്കണം, കാരണം നമ്മൾ ഇനിയിപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. സോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ലെമണിൻ്റെ ആ വാട്ടർ കണ്ടന്റ് വേണം. ഓൾമോസ്റ്റ് ഒരു ചോദിച്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗ്യാസ് ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ട് നമുക്കത് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ലീഫി വെജിറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് അത്ര അതാണ് ഉണ്ടല്ലോ. ഞാൻ കുറച്ച് ബോക്സ് ചോയ്, സ്പിനാച്ച്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ അല്ല. അതിൻ്റെ ഏത് മുരിങ്ങയിലൊക്കെ എടുക്കാം, നോർമലി നമ്മുടെ നാടൻ പച്ചക്കറി ചേർക്കാം, ചോപ്പറ്റ് എന്താണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ക്യാരറ്റ് ചേർക്കാം, എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്യാരറ്റൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് ബ്രോക്ക് ചോയും സ്പിനാച്ചും ആഡ് ചെയ്തിട്ട് കണ്ടോ, ഇത് ബ്രോക്ക് ചോയാണ്, ഇത് സ്പിനാച്ച്. ഓക്കെ, അപ്പോൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, റൈസ് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ സോൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. ഒരു നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു 3/4 സ്പൂണോളം മതിയാവും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് സോൾട്ട്, ഞാൻ ഇവിടെ പിങ്ക് സോൾട്ടാണ് ചേർത്ത്, നിങ്ങൾക്ക് ഏത് സോൾട്ടാണ് ചേർക്കാം. കുറച്ച് പൊടിയൊക്കെ ചേർക്കാൻ നോക്കുക, കല്ലിട്ടാണെങ്കിൽ നമുക്കത് ഇതാൻ കഷ്ടം, പൊടിയൊക്കെ ചേർക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ നമുക്ക് റൈസ് കാവാണ് ശരിയാണ്, പക്ഷെ ഒരു ട്രഡീഷണൽ ടേസ്റ്റാണ് ഞാൻ റൈസ് കൊണ്ട് ചേർക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിത് ക്യുനോവയും റൈസും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പ് ഒരു ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഇത് കേടുകൂടാതിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ചേർക്കും. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കും, ആ ഒരു ചീര അത്ര കുക്കായിട്ടുമില്ല, ഒരു ക്രഞ്ചിനൊക്കെ ഉണ്ടാവും, ആ ഒരു എല്ലാ ബെനിഫിറ്റ്സും അങ്ങനെ കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് എന്താ പറയുക, വേസ്റ്റ് ആവും. എല്ലാത്തിനും നമുക്കിതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, കുറച്ച് ഹെൽത്തി ആയിരിക്കണം, നമുക്കൊരു റൈസ് കഴിച്ചൊരു ഫീലും വരും. ഇത് നമുക്ക് സൈഡ് നാരങ്ങച്ചാറ് അല്ലെങ്കിൽ മാങ്ങച്ചാറ് ഒന്നും അത് ഇല്ലെങ്കിൽ നമുക്ക് അച്ചാർ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടറ്റോ ഫ്രൈയോ, നമ്മൾ അത്ര ടൈം കൺസ്യൂം ചെയ്യരുതെന്നാണല്ലോ ഇൻറ്റൻഷൻ. സോ നമ്മൾ വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ്, മാക്സിമം 5 മിനിറ്റ് എല്ലാം നമ്മുടെ റെഡിയാക്കി വെച്ചാൽ ഒരു 5 മിനിറ്റ് നമുക്ക് റെഡിയാക്കി വേണമെങ്കിൽ ഒരു മുട്ട ഓംലെറ്റ് കഴിക്കാം സൈഡിന്. അല്ലെങ്കിൽ അതൊന്നും മെനക്കെടാൻ വയ്യെങ്കിൽ നമുക്ക് വെറുതെ ഒരു പിക്കിളായാലും മതി.
ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് റെഡി എല്ലാം റെഡി കറക്റ്റായിരുന്നു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും ചേർക്കാം. മല്ലിയില കറിവേപ്പില. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞളിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല. ശരിക്ക് പറയുകയാണെങ്കിൽ ഓയിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് അങ്ങനെയുണ്ടാവും. ഇതിൽ നമുക്ക് കുറച്ച് ലെമൺ പിക്കിൾ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാനാണ്. ഒരു പൊട്ടറ്റോ ഫ്രൈ, ഒരു ടേസ്റ്റിന് ഞാൻ മാംഗോ പിക്കിൾ വെച്ചിട്ടുണ്ട്. ഒരു പോർഷൻ റൈസ്. സി ഇതിനകത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഉണ്ട്, കിനോവ ഫൈബർ റിച്ചാണ്. ശരി, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. താങ്ക് യു, ബൈ.